ജില്ലയിൽ ബീഫ് ക്ഷാമവും കന്നുകാലികളുടെ ലഭ്യതക്കുറവും രൂക്ഷമായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ ജില്ലയിലെ ഇറച്ചിക്കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ വ്യാപാരം മുൻപോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണുള്ളതെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. ഇറച്ചി വ്യാപാര മേഖലയെ ആശ്രയിച്ച് ഏകദേശം 15 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഉപജീവനം കണ്ടെത്തുന്നത്. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കന്നുകാലികളെ എത്തിക്കുന്നതിൽ നിലവിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് തടയപ്പെടുന്നതാണ് പ്രധാന പ്രതിസന്ധികളെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാജ്യത്ത് ബീഫ് കയറ്റുമതി വർദ്ധിച്ചതും കയറ്റുമതി ലോബികളുടെ ഇടപെടലുമാണ് കേരളത്തിലെ ബീഫ് ക്ഷാമത്തിന് പ്രധാന കാരണമെന്ന് സംഘടന ആരോപിച്ചു. 14 മുതൽ ഈ ഞങ്ങളിതെല്ലാവരോടും പറയാറുള്ളതാണ്, ബന്ധപ്പെട്ട അധികാരികളോട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്രയവിക്രയത്തിൽ ഉണ്ടാകുന്ന തടസ്സം മീറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ ഒരു പിന്നാമ്പുറ കളികളാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കാരണം ചന്തയിൽ വിലപേശി വിൽക്കുന്ന ഒരു സാധനത്തിന് വാങ്ങാൻ ആളെത്താതിരുന്നാൽ കർഷകനാണ് അതിൻ്റെ നഷ്ടം. പക്ഷെ ഒരിക്കലും ഒരു വാർത്താ മാധ്യമങ്ങളുടെ പ്രാധാന്യവും ഈ ബന്ധപ്പെട്ട മേഖലയിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരും എഴുതാറില്ല. ഈ ആന്ധ്രയിൽ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ ഈ വൈകാരിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ പിടിച്ചെടുക്കുന്ന മാടുകൾ എന്ന് പറയുന്നത് ഒരു വർഷം 500 കോടി രൂപയാണ്. ഈ 500 കോടി രൂപയുടെ മാടുകൾ ഇവർ പിടിച്ചെടുത്തിട്ട് ഒറ്റയൊരു മാടുകൾ പോലും സർക്കാർ ഖജനാവിൽ എത്തിയതായിട്ട് എല്ലാ സ്റ്റേറ്റിനോടും വിവരാവകാശ പ്രകാരം അപേക്ഷ ചോദിച്ചിട്ട് അവർക്ക് തരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും ഇത് നിർബാധം തുടരുന്നു. അപ്പൊ അതിന്റെ ഔദ്യോഗിക രംഗങ്ങളിൽ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് ആവശ്യമായ കന്നുകാലികൾ ലഭ്യമാകാതെ പോകുമ്പോൾ കയറ്റുമതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന കന്നുകാലികളുടെ വലിയൊരു ഭാഗവും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. എന്നാൽ ലഭ്യത കുറഞ്ഞതോടെ ഇറച്ചി വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണെന്നും ചില തദ്ദേശ സ്ഥാപനങ്ങൾ ഇറച്ചിയുടെ വില നിർണ്ണയിക്കുന്നത് വ്യാപാരികൾക്ക് അധിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും സംഘടന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ദിനംപ്രതി വലിയ തോതിൽ അനധികൃത ഇറച്ചി വിൽപ്പന നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും സംഘടന ആരോപിച്ചു. പ്രതിദിനം ഏകദേശം 2 ലക്ഷം കിലോഗ്രാം അനധികൃത ഇറച്ചി കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നതായും ഇത് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്ക് തിരിച്ചടിയാകുന്നതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും കന്നുകാലികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ദേശീയ പ്രസിഡന്റ് സലീം MA, ജില്ലാ പ്രസിഡന്റ് യൂനിസ് ഇബ്രാഹിം, വർക്കിംഗ് പ്രസിഡന്റ് ജലാൽ EM, ട്രഷറർ ബോണി ഫിലിപ്പ്, ജില്ലാ ഭാരവാഹികളായ ടിബിൻ ഫ്രാൻസിസ്, രാജേഷ് തങ്കൻ, ജലാലുദ്ദീൻ, ജസ്റ്റിൻ തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ.